സാരില്ലേ, ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടല്ലേ, സഹിക്കാനേ വേണം. ഇനി ഇതെല്ലാം കൂടെ 2 ഇടി 2 കുത്ത് 2 ചവിട്ടും. ശരി, അത് വെച്ച് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഒരു ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഉണ്ടാക്കാം. എനിക്ക് മൈക്കൊന്നുമില്ല, അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ച് കേൾക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ നന്നാക്കാനുള്ള മടി കാരണം കൊണ്ട് ചിക്കൻ കാണാൻ പറ്റുന്നുണ്ടോ? തൽക്കാലം അവിടെ ഇരിക്കേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടി കൊണ്ട് ചതഞ്ഞാൽ മതി. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇടി കൊണ്ടത് ഇവർക്കാണെങ്കിലും കരയണത് ഞാനാണ്. മഞ്ഞപ്പൊടി വേണ്ട, മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടില്ലേ. അതുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിപിടി. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വിധി. ഇതൊക്കെ എൻ്റെ ഭാഗമാണ്. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ റെസിപ്പി എൻ്റെ കാരണം കൊണ്ട് നിങ്ങളൊരു സ്വയരക്ഷാർത്ഥം ഇത് ഇച്ചിരി കൂടുതൽ ഇടുന്നത് കൊണ്ട് തെറ്റില്ല. നമ്മോ ഇതാണ് നമ്മുടെ ആൾക്കാർ. ഇത് പിന്നെ ഉള്ളി, ഞാൻ കണ്ണി കണ്ട എല്ലാ ഇലകളും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ സത്യം പറഞ്ഞത് എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക, വേറെ അധികം ഒന്നും ചിന്തിക്കാനില്ല. പിന്നെ പോയിന്റ് ടു ബി നോട്ടഡ്, ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കഴിച്ച് ഇതിനകത്ത്. ഇതൊന്നും ചതയ്ക്കാനുള്ള സമയമില്ലാത്ത കാരണം കൊണ്ട്. പിന്നെ വേവ് നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ അറിയാമല്ലോ, കഴിക്കാൻ പിന്നെ ആരും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ തീ അടിയിൽ ഓണാണെന്നും ഇത് കരിയരുതെന്നും എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ കൈ കൊള്ളാണ്ട് ഇതെടുക്കാനുള്ള ടാലന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ്. അപ്പം അഹങ്കാരം കൊണ്ട് പറയല്ല പൊന്നു മോനെ, നല്ല ടേസ്റ്റ് ഉണ്ട്.